അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഇബാദത്താണ്. ഒരാൾ ഒരു മതം അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയല് പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോടു കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിയോട് സംവദിക്കുന്ന സംസാരമാണ് പരിശുദ്ധ ഖുർആൻ. ഇത് അള്ളാഹുവിൻ്റെ കലാമായത് കൊണ്ട് തന്നെ മറ്റുള്ള മനുഷ്യരുടെ സംസാരത്തിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങേയറ്റം ബഹുമാനവും ആദരവും സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മര്യാദയില്ലാത്തവൻ റബ്ബിൻ്റെ ഔദാര്യത്തിൽ നിന്ന് തടയപ്പെട്ടു പോകും. പരിശുദ്ധ ഖുർആൻ ആരാധ്യനും പ്രിയങ്കരനും അഭയകേന്ദ്രവുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ വചനങ്ങളാണ്. തൻ്റെ പ്രേമഭാജനത്തിൻ്റെ എഴുത്തോ സംസാരമോ കേൾക്കുമ്പോൾ അതിന് ഹൃദയത്തിൽ എത്രമാത്രം സ്ഥാനമുണ്ടെന്നുള്ളതും ഹൃദയം ആനന്ദത്താൽ എത്രമാത്രം ലയിക്കുമെന്നുള്ളതും വിവരണാതീതമാണ്. ഖുർആൻ ഓതുമ്പോൾ അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ ഔദാര്യ ഗുണങ്ങളും അതിരില്ലാത്ത അനുഗ്രഹങ്ങളും ചിന്തിക്കുന്നതിനാൽ ഹൃദയങ്ങളിൽ സ്നേഹം അലയടിക്കുന്നതാണ്. കൂടാതെ ഇത് വിധികർത്താക്കളുടെ എല്ലാം വിധികർത്താവിൻ്റെ വചനവും രാജാക്കന്മാരുടെ എല്ലാം രാജാവിൻ്റെ കൽപ്പനയും പരമാധികാരിയായ ചക്രവർത്തിയുടെ നിയമവുമാണ്. എത്ര വലിയവനും അവന് തുല്യനായിട്ടില്ല, ഉണ്ടാകാൻ സാധ്യതയുമില്ല. രാജകൽപ്പനകളെക്കുറിച്ച് ഹൃദയത്തിൽ എത്രമാത്രം ഭയമുണ്ടാകുന്നു എന്നുള്ളത് രാജസന്നിധികളുമായി ബന്ധപ്പെടേണ്ടി വന്നവർക്ക് അനുഭവത്തിലൂടെയും മറ്റുള്ളവർക്ക് ഊഹത്തിലൂടെയും മനസ്സിലാകുന്ന കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ പ്രിയങ്കരനും രാജാതിരാജനുമായ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള മര്യാദകളും ഒരുമിച്ചുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണല്ലോ. ഇക്രിമ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ ഓതുന്നതിനായി നിവർത്തുമ്പോൾ ബോധം കെട്ടുപോവുകയും ഹദാ കലാമു റബ്ബി, ഹദാ കലാമു റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ വചനമാണ്, ഇതെൻ്റെ റബ്ബിൻ്റെ വചനമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമായിരുന്നു. ഇനി പറയുന്നത് ഖുർആൻ ഓതുന്നതിൽ മഹാന്മാർ എഴുതിയിട്ടുള്ള മര്യാദകളുടെ ചുരുക്ക രൂപമാണ്. അതിൻ്റെ ചെറിയൊരു വിശദീകരണം പറഞ്ഞു തരാം. ദാസൻ കൂലിക്കാരനായിട്ടോ തോട്ടക്കാരനായിട്ടോ അല്ല, മറിച്ച് അടിമയാണെന്ന ബോധത്തോടെ തൻ്റെ യജമാനനും ഉടമസ്ഥനും എല്ലാ ഉപകാരങ്ങളും ചെയ്യുന്നവനുമായ അള്ളാഹുവിൻ്റെ വചനത്തെ ഓതണം. സൂഫിയാക്കൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഒരുവൻ ഓതുന്നതിൻ്റെ മര്യാദകളിൽ സ്വയം കുറവുള്ളവനായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹുവുമായുള്ള അടുപ്പത്തിൽ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരുവൻ സ്വയം സംതൃപ്തനായും അഹംഭാവത്തോടു കൂടിയും
താൻ മിടുക്കനാണെന്ന് കരുതിയും ഓതുകയാണെങ്കിൽ അവന് പുരോഗതി ഉണ്ടാകുന്നതല്ല. മിസ്വാക്ക് ചെയ്ത് ഒതുവെടുത്തതിന് ശേഷം ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് വളരെ ആദരവോടും വിനയത്തോടും കൂടി കിബിലാക്ക് നേരെ ഇരിക്കണം. പൂർണ്ണമായ ഹൃദയ സാന്നിധ്യത്തോടും ഭയഭക്തിയോടും ഖുർആൻ ഓതുന്ന സമയത്തുണ്ടാകേണ്ട ആനന്ദാനുഭൂതിയോടും കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പരിശുദ്ധ കലാമിനെ കേൾപ്പിക്കുന്ന വിചാരത്തോടെയും ഓതണം. അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നതാണെങ്കിൽ അത് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളും അനുഗ്രഹങ്ങളും വിവരിക്കുന്ന ആയത്തുകൾ ഓതുമ്പോൾ പാപമോചനത്തിനും അനുഗ്രഹത്തിനും വേണ്ടി ദുആ ചെയ്യണം. ശിക്ഷകളുടെയും താക്കീതുകളുടെയും ആയത്തുകൾ ഓതുമ്പോൾ അള്ളാഹുവിനോട് ആ ശിക്ഷയിൽ നിന്ന് അല്ലെങ്കിൽ ആ താക്കീത് ചെയ്യപ്പെട്ട കാര്യത്തിൽ നിന്ന് കാവൽ തേടണം. അവനല്ലാതെ മറ്റൊരു അഭയസ്ഥാനവുമില്ലല്ലോ. അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്ന ആയത്തുകൾ ഓതുമ്പോൾ സുബ്ഹാനല്ലാഹ് പറയണം. ഓതുമ്പോൾ കരച്ചിൽ വരുന്നില്ലെങ്കിൽ മനഃപൂർവ്വം കരച്ചിൽ ഉണ്ടാക്കുന്നതിനായി പരിശ്രമിക്കണം. ഒരു കവി പാടുന്നു, സ്നേഹത്തിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന വേദനകളെപ്പറ്റി തൻ്റെ പ്രിയപ്പെട്ടവനോട് കണ്ണീരൊഴുക്കിക്കൊണ്ട് പറയുന്നത് അവന് ഏറ്റവും കൂടുതൽ ആനന്ദം അനുഭവപ്പെടുന്ന സമയമാണ്. ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ ധൃതിയില്ലാതെ സാവധാനം ഓതണം. ഖുർആൻ റെയ്ഹാനിലോ അല്ലെങ്കിൽ തലേണിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉയർന്ന സ്ഥലത്തോ വെക്കണം. ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മറ്റാരോടും സംസാരിക്കരുത്. സംസാരിക്കേണ്ട അത്യാവശ്യം നേരിട്ടാൽ മുസാഫ് മടക്കി വെച്ചിട്ട് സംസാരിക്കുകയും അതിനുശേഷം ഔദു ബിസ്മി മുതലായത് ഓതി രണ്ടാമത് ആരംഭിക്കുകയും ചെയ്യണം. പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ വെച്ചാണ് ഓതുന്നതെങ്കിൽ പതുക്കെ ഓതുന്നതാണ് ശ്രേഷ്ഠമായത്. ഇല്ലെങ്കിൽ ഉറക്കെ ഓതുന്നതും നല്ലതാണ്. ഖുർആൻ ഓതുന്നതിന് ബാഹ്യമായ 6 മര്യാദകളും ആന്തരികമായ 6 മര്യാദകളും മശായിഖന്മാർ പറഞ്ഞു തരുന്നു. ബാഹ്യമായ മര്യാദകൾ എന്ന് പറയുമ്പോൾ 1, ഒതുവെടുത്ത് കിബിലക്ക് അഭിമുഖമായി അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടി ഇരിക്കുക. 2, ഓതുന്നതിൽ വേഗത കാണിക്കാതെ തജ്വീദോടുകൂടി ഓതുക. 3, കരയുന്നതിന് പരിശ്രമിക്കുക, അത് കരച്ചിലുണ്ടാക്കിയിട്ടാണെങ്കിലും ശരി. 4, മുകളിൽ പറഞ്ഞ പോലെ റഹ്മത്തിൻ്റെ ആയത്തുകളും അദാബിൻ്റെ അഥവാ ശിക്ഷയുടെ ആയത്തുകളും ഓതുമ്പോൾ അതിൻ്റെ കടമ നിർവഹിക്കുക. 5, റിയാ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി ആയിപ്പോകുമെന്നോ മറ്റൊരു മുസ്ലിമിന് ഉപദ്രവം ഉണ്ടാകുമെന്നോ ഉള്ള ആശങ്കയുണ്ടെങ്കിൽ പതുക്കെ ഓതുക, ഇല്ലെങ്കിൽ ഉറക്കെ ഓതുക. 6, നല്ല സ്വരത്തിൽ ഓതണം. നല്ല സ്വരത്തിൽ പരിശുദ്ധ ഖുർആൻ ഓതുന്നതിന് അനേകം ഹദീസുകളിലൂടെ വളരെ ശക്തമായ പ്രേരണ നൽകിയിട്ടുണ്ട്. ഇനി ആന്തരികമായ മര്യാദകളെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ വചനം എത്രമാത്രം ഉന്നത സ്ഥാനം അർഹിക്കുന്നതാണ് എന്നുള്ള മതിപ്പ് ഹൃദയത്തിൽ ഉണ്ടായിരിക്കുക. 2, പരിശുദ്ധ വചനത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ സ്ഥാനവും വലിപ്പവും ഉന്നത പദവിയും ഹൃദയത്തിൽ ഉണ്ടായിരിക്കുക. 3, ഹൃദയത്തെ സംശയങ്ങളിൽ നിന്നും ദുശ്ചിന്തകളിൽ നിന്നും പരിശുദ്ധമായി വെക്കുക. 4, അർത്ഥം ചിന്തിച്ച് ആനന്ദാനുഭൂതിയോട് കൂടി ഓതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രാത്രി മുഴുവൻ താഴെ പറയുന്ന ആയത്ത് ഓതിക്കൊണ്ട് കഴിഞ്ഞുകൂടി. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ ദാസന്മാരാണല്ലോ. നീ അവർക്ക് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ നീ വലിയ അന്തസ്സുള്ളവനും തത്വദീക്ഷയുള്ളവനുമാണ്. സൂറത്തുൽ മാഇദയിലെ 18-ാമത്തെ ഈ ആയത്ത് ഓതിക്കൊണ്ട് ഒരു രാത്രി മുഴുവൻ ആവർത്തിച്ചോതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരം വെളുപ്പിച്ചു എന്നാണ് ഈ ഹദീസിൽ വരുന്നത്. സയ്യിദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു അവറുകൾ വംതാദുൽ ലഹും അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റക്കാരെ അനുസരണയുള്ളവരുടെ കൂട്ടത്തിൽ നിന്നും ഇന്ന് നിങ്ങൾ മാറി നിൽക്കുവിൻ എന്ന സൂറത്ത് യാസീനിലെ ആയത്ത് ഓതിക്കൊണ്ട് രാത്രി മുഴുവൻ വെളുക്കുന്നത് വരെ കഴിഞ്ഞുകൂടി എന്ന് പറയുന്നു. 5-ാമത്തെ ആന്തരികമായിട്ടുള്ള മര്യാദ എന്ന് പറയുന്ന ഏത് ആയത്തുകൾ ഓതുന്നുണ്ടെങ്കിലും ഹൃദയവും അതിനെ പിൻപറ്റുന്നതാകണം.
ഉദാഹരണമായി നാവ് കൊണ്ട് റഹ്മത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആയത്തുകൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഹൃദയം സന്തോഷഭരിതമാകുകയും ശിക്ഷയുടെ ആയത്തുകൾ ഓതുമ്പോൾ ഹൃദയം ഭയപൂരിതമാകുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ കലാമിനെ പറയുകയും ഇവനത് കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് പോലെ പൂർണ്ണമായും ഓതലിലേക്ക് മാത്രം കേൾവിയെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. ഈ പറയപ്പെട്ട മര്യാദകൾ പാലിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതുന്നതിന് അല്ലാഹു തആല അവൻ്റെ കരുണയും ഔദാര്യവും കൊണ്ട് മാത്രം എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു മസല, നിസ്കാരത്തിൽ ഓതുന്നതിന് ആവശ്യമായ ഖുർആൻ ആയത്തുകൾ ഓരോ വ്യക്തിയും മനഃപ്പാഠമാക്കേണ്ടത് ഓരോരുത്തർക്കും നിർബന്ധമാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കുക എന്നത് ഫർദ് കിഫായ അഥവാ സാമൂഹ്യ ബാധ്യതയാണ്. അതായത് ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയിട്ടുള്ള ആരും തന്നെ ഇല്ലെങ്കിൽ മുസ്ലിങ്ങളെല്ലാം തന്നെ അതിൻ്റെ പേരിൽ കുറ്റക്കാരായി മാറും. ഒരു പട്ടണത്തിലോ ഗ്രാമത്തിലോ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുള്ള ഒരാളെങ്കിലും ഇല്ലെങ്കിൽ അവിടെയുള്ളവരെല്ലാം തന്നെ കുറ്റക്കാരാകുന്നതാണ് എന്ന് മുല്ല അലിയുൽ കാരി അവർകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. വഴികേടും അജ്ഞതയും പെരുകിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ദീനിയായ അനേകം കാര്യങ്ങളിൽ മുസ്ലിങ്ങളായ നമ്മിൽ ദുർമാർഗം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇക്കാലത്ത് ഒരു വിഭാഗം ആളുകൾ ഖുർആൻ ഷരീഫ് മനഃപ്പാഠമാക്കുന്നത് പ്രയോജനരഹിതമാണെന്നും അതിൻ്റെ വചനങ്ങൾ മാത്രം ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുന്നത് മൂഢത്തരമാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് മനഃപ്പാഠം ചെയ്യുന്നത് ബുദ്ധിയെ പാഴാക്കലും സമയം നഷ്ടപ്പെടുത്തലുമാണ് എന്ന് അവർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ നമ്മിൽ ദീനില്ലായ്മയാകുന്ന രോഗം ഈയൊരു കാര്യത്തിൽ മാത്രമായിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് അല്പം വിശദമായി പറയാമായിരുന്നു. പക്ഷേ ഇക്കാലത്ത് ദീനിയായ എല്ലാ രംഗങ്ങളിലും ഈ രോഗം പടർന്നു പിടിച്ചിരിക്കുകയാണ്. ദീനിൻ്റെ ഒരു കാര്യത്തിനും മനുഷ്യർക്ക് താല്പര്യമില്ല. ഏതെങ്കിലും കിതാബ് എടുത്ത് ഓതണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കോളും, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തോളും എന്നുള്ള രൂപത്തിൽ. പള്ളിയിൽ പോയി നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ അത് ഒഴിവുള്ളവനെ നിസ്കരിച്ചാൽ മതി, അങ്ങനെ ഇന്ന യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇന്ന പോലെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരമാക്കുന്ന ഒരു സാഹചര്യം എല്ലാ രംഗങ്ങളിലും ഈ രോഗം പടർന്നു പിടിച്ചിരിക്കുകയാണ്. എല്ലാ ചിന്തകളും സത്യവിരുദ്ധമായ മാർഗത്തിലേക്ക് മനുഷ്യനെ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഏത് കാര്യത്തെക്കുറിച്ച് ഓർത്ത് ആര് കരയാൻ, എന്ത് കാര്യങ്ങളെക്കുറിച്ചെല്ലാം ആവലാതിപ്പെടാൻ. വൈലല്ലാഹിൽ മുസ്തഖ വല്ലാഹുൽ മുസ്തആൻ, അള്ളാഹുവിനോട് മാത്രം ആവലാതിപ്പെടാം, അവനാണ് സഹായി. അൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതായി ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഖുർആൻ പഠിക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ഈ ഹദീസ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടതാണ്. അനേകം കിതാബുകളിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട്. ഇതനുസരിച്ച് ഖുർആൻ ഷരീഫ് പഠിക്കുകയും അതിനുശേഷം മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ശ്രേഷ്ഠൻ. ചിലയിടത്ത് ഖുർആൻ പഠിക്കുകയും അല്ലെങ്കിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്നും ഈ ഹദീസിനെ രണ്ട് രൂപത്തിൽ വ്യാകരണം അല്ലെങ്കിൽ ഭാഷാ മൊഴിമാറ്റം നടത്തപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ദീനിൻ്റെ അടിസ്ഥാനമാണെന്നതിനാൽ അതിനെ നിലനിർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിലാണ് ദീനിൻ്റെ നിലനിൽപ്പ്. അതുകൊണ്ട് അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ശ്രേഷ്ഠമാണെന്നത് ഒരു വിവരണത്തിന് ആവശ്യമില്ലാത്ത വിധം വ്യക്തമാണ്. എന്നാൽ അത് പല നിലയിലാണ്. അതിൻ്റെ അർത്ഥവും ഉദ്ദേശങ്ങളും മനസ്സിലാക്കി പഠിക്കുക എന്നതാണ് പരിപൂർണമായ നില. വചനങ്ങൾ മാത്രം പഠിക്കുക എന്നത് ഏറ്റവും താഴ്ന്ന പടിയാണ്. സയ്യിദ് ബിൻ സലീം റളിയല്ലാഹു അൻഹു അവറുകളിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുന്നു, ഒരുവന് ഖുർആൻ ഷരീഫ് മനസ്സിലാക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കുകയും പിന്നീട് അവൻ മറ്റേതെങ്കിലും തരത്തിലുള്ള നന്മകൾ കിട്ടിയവനെ കുറിച്ച് അയാൾ തന്നേക്കാൾ വലിയ ഭാഗ്യം സിദ്ധിച്ചവനാണെന്ന് ധരിക്കുകയും ചെയ്താൽ പരിശുദ്ധ ഖുർആൻ മുഖേന അല്ലാഹു തആല അവന് നൽകിയ ഭാഗ്യത്തെ അവൻ നിസ്സാരപ്പെടുത്തിയവനായി തീരുന്നതാണ്.
അള്ളാഹുവിൻ്റെ വചനം മറ്റെല്ലാ വചനങ്ങളെക്കാളും ശ്രേഷ്ഠമായതാണ്. എന്നിരിക്കെ അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് തീർച്ചയായും മറ്റെല്ലാ കാര്യങ്ങളെക്കാളും ശ്രേഷ്ഠമാണെന്നതായിരിക്കുന്നത് വളരെയേറെ വ്യക്തമായ കാര്യമാണ്. മറ്റൊരു ഹദീസ് മുല്ല അലിയുൽ കാരി റളിയല്ലാഹു അൻഹു ഇപ്രകാരം നിവേദനം ചെയ്യുന്നു: ഒരുവൻ പരിശുദ്ധ ഖുർആനിൻ്റെ അറിവ് കരസ്ഥമാക്കിയാൽ അവൻ നുബുവത്തിൻ്റെ അറിവുകളെ അവൻ്റെ നെറ്റിയിൽ ഒരുമിച്ച് കൂട്ടിയവനായി. പരിശുദ്ധ ഖുർആനോടുള്ള പ്രിയം ഹൃദയത്തിൽ ഉണ്ടായിരിക്കുക എന്നത് അല്ലാഹു തആലയോട് അവന് പ്രിയമുണ്ട് എന്നതിന് തെളിവാണ് എന്ന് സഹിൽ തസ്സരി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. ഖിയാമത്തിൻ്റെ അതിഭയങ്കരമായ ദിനത്തിൽ അർശിൻ്റെ തണലിനു കീഴിൽ കഴിയുന്നവരുടെ കൂട്ടത്തിൽ മുസ്ലിം കുട്ടികൾക്ക് ഖുർആൻ ഷരീഫ് പഠിപ്പിക്കുന്നവരെയും കുട്ടിക്കാലത്ത് ഖുർആൻ ഷരീഫ് പഠിച്ച് പ്രായമാകുമ്പോൾ അത് ഓതുന്നവരെയും എണ്ണിയിരിക്കുന്നുവെന്ന് ശറഅ് ഇഹ്യായിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഖുർആനെ നല്ല രീതിയിൽ പരിപാലിക്കുന്ന സത്യവിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരുവൻ ഖുർആൻ ഷരീഫ് പഠിക്കുന്നതിലും മനഃപ്പാഠമാക്കുന്നതിലും വ്യാപൃതനായി അത് കാരണം ദുആ ഇരക്കാനും മറ്റും അവന് സമയം ലഭിച്ചിട്ടില്ല. അപ്പോൾ ദുആ ഇരക്കുന്നവർ നേടിയ അല്ലെങ്കിൽ അവർ പ്രാർത്ഥനയിൽ പറഞ്ഞ വസ്തുക്കളെല്ലാം ശ്രേഷ്ഠമായതിനെ അവന് ഞാൻ നൽകുന്നതാണ്. ഒരുവൻ പലഹാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരാൾ അത് കൊണ്ടുവരുന്നതിൽ തന്നെ വ്യാപൃതനായിരിക്കുന്നത് കൊണ്ട് അത് വാങ്ങുന്നതിന് ഹാജരാകാൻ സാധിച്ചില്ല എങ്കിൽ അവൻ്റെ ഓഹരി ആദ്യമേ തന്നെ മാറ്റിവെക്കുന്നത് ഈ ലോകത്തും നാം കണ്ടുവരുന്ന കാര്യമാണല്ലോ. ഞാൻ അവന് നന്ദിയുള്ള ദാസന്മാർക്ക് നൽകുന്നതിനും ശ്രേഷ്ഠമായത് നൽകുന്നതാണ് എന്ന് മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.